തെളിവെടുപ്പ് നടത്തിയിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തെണ്ടികൾ എന്താ ചെയ്തെന്നറിയോ? ഈ തെളിവുകളെല്ലാം പുറത്തു വിട്ടു. അവന്മാരെ അപ്പം പിടിച്ചാത്തിട്ടുണ്ടോ? അപ്പൊ അവരുടെ പ്രതിബദ്ധത ആരോടാണ്? അവരുടെ പ്രതിബദ്ധത കാശിനോടും പ്രശസ്തിയോടും മാത്രമാണ്. മനസ്സിലായില്ലേ? അവർക്ക് ഒരു തരത്തിലുള്ള സഹതാവും അവരുടെ കൂടെ നിൽക്കുന്നവരോടില്ല. നിങ്ങൾ കാരണം എന്താ അറിയോ? നിങ്ങൾക്ക് നിങ്ങളുടേതെങ്ങോട്ടും ഇങ്ങനെ കലിപ്പ് കയറി വരുന്നതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്. ഞാനതിന് മറുപടി പറഞ്ഞുതരാം. അപ്പൊ ഇവർക്കൊക്കെ എതിരായിട്ട് കേസുകൾ വന്നിരിക്കുന്നു. ഈ കേസുകൾ വന്നത് മുഴുവൻ ഭയങ്കര പിണറായിയുടെ അല്ല, നിങ്ങളിപ്പോ പറഞ്ഞനുസരിച്ച് ആ നടിയുടെ നിലപാടെന്താണ്? അവരേത് പക്ഷത്താണ് നിൽക്കുന്നത്? നിങ്ങൾക്ക് അനാവശ്യ കാര്യമല്ല, അത് ആവശ്യമായ കാര്യമാണ്. നിങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരാൻ പോവുകയാണ്. അവരെ പരിപൂർണമായി വഞ്ചിച്ചുകൊണ്ട് ഇവര് പണമുണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി ചൂഷണം ചെയ്യപ്പെടുന്നത് മുഴുവൻ ആ ശ്രേണിയിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു ബാർഗൈനിങ് പവറും ഇല്ലാത്ത സിദ്ദിഖിനെ മുഴുവൻ രക്ഷപ്പെടുത്തിയതല്ലേ പിണറായി പോലീസ്? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വല്ല സുമേഷ്, ഞാൻ ഒരു കാര്യം സുമേഷോട് പറയാം. സുമേഷ് ഈ കാര്യങ്ങൾ അറിയാതെ എൻ്റെ അടുത്ത് തർക്കിക്കാൻ വരരുത്. കാരണം എന്താണെന്നറിയോ? ഞാനിതെല്ലാം ഒരിഞ്ചും പരിശോധിക്കുന്നത് സുമേഷിന്റെ ബോധ്യമാണ്. നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം നിരവധി ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ പരാതികൾ ഉയർന്നു വന്നു. ചിലരൊക്കെ ജാമ്യം നേടി, മറ്റു ചിലരൊക്കെ ഇപ്പോഴും നിയമ നടപടികൾ നേരിടുന്നു. പക്ഷേ അപ്പോഴും നിശബ്ദയായ ഒരു പ്രധാന നടി മലയാളത്തിലുണ്ട്. ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വാഴ്ത്തിപ്പാടുന്ന മഞ്ജു വാര്യർ. താങ്കൾ മഞ്ജു വാര്യരെ കുറിച്ച് പ്രത്യേകം പല വീഡിയോകളും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും മഞ്ജു വാര്യർ ഇക്കാര്യത്തിൽ നിശബ്ദയാണ്. ആ പ്രവണത, അതായത് കൂടെ നിൽക്കുന്നവരെ WCCയിൽ നിന്ന് പോലും അവർ പിൻവാങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. നമുക്ക് നിലപാടുകളിൽ വ്യത്യാസമുണ്ടായിരിക്കാം, പക്ഷേ ആ ഒരു നിലപാടിനെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാൻ കഴിയും? ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ഈ മഞ്ജു വാര്യർ എന്ന് പറയുന്ന നടിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ 2017 മുതൽ നമ്മൾ ആലോചിക്കേണ്ടി വരും. കാരണം 2017 ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി സംഭവിച്ച ഒരു കൊട്ടേഷൻ ബലാത്സംഗം, അതിൻ്റെ ആരോപണം ഉയർന്നു വന്നത്. അതിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടി ആണ് അതിനകത്ത്, അവരെയാണ് ഈ പീഡനത്തിന് വിധേയമായത്. അപ്പോൾ ആ കേസ് ഉയർന്നു വന്ന സമയത്ത് ആദ്യമായി ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പൊതുമണ്ഡലത്തോട് വിളിച്ചു പറഞ്ഞ ഒരു നടിയാണ് മഞ്ജു വാര്യർ. മനസ്സിലായില്ലേ? പല നടന്മാരും അതിനകത്ത് ഈ പീഡിതയായിട്ടുള്ള നടിക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് പറഞ്ഞെങ്കിലും അതിൻ്റെ പുറകിലൊരു കോൺസ്പിറസി ഉണ്ട്. എന്നുവെച്ചാൽ അത് വളരെ നിർണായകമാണ്. അത് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് പോലെയല്ല, ഈ കോൺസ്പിറസി ഉണ്ടെന്ന് പറയും. അന്ന് പരസ്യമായി അങ്ങനെ പറഞ്ഞ ഒരു നടിയാണ് മഞ്ജു വാര്യർ. അവർ ആ കേസിൽ നടിക്ക് അനുകൂലമായി മൊഴി കൊടുത്തിട്ടുണ്ടെന്നും ഞാൻ മനസ്സിലാക്കി. പക്ഷേ ആ നടിക്കെതിരായിട്ടുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ള പൊതുജന സമ്മർദ്ദത്തിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് 2017 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ രൂപീകരിക്കപ്പെട്ടത്. കാരണം ആ നടിക്കെതിരെ ആക്രമണം നടന്നു, അത് വലിയ പ്രതിഷേധം ഉണ്ടാക്കി. ആ പ്രതിഷേധത്തെ തുടർന്ന് സിനിമാ മേഖലയിലെ നടിമാരെല്ലാം കൂടെ ചേർന്നിട്ട് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടായ്മ ഉണ്ടാക്കി. ആ കൂട്ടായ്മ സർക്കാരിന് മേൽ ചെലുത്തിയ സമ്മർദ്ദത്തെ തുറന്നിട്ടാണ് 2017 ഈ ജസ്റ്റിസ് കെ ഹേമയുടെ നേതൃത്വത്തിലുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കമ്മിറ്റി രൂപീകൃതമായത്. ആ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്, ലക്ഷ്യമെന്ന് പറയുന്നത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും. അതായിരുന്നു ആ കമ്മിറ്റിയുടെ മാൻഡേറ്റ്. ആ കമ്മിറ്റി 2019 റിപ്പോർട്ട് കൊടുത്തു. അത് പിന്നീട് പുറത്തു വന്നില്ല. അത് 2024 ഓഗസ്റ്റ് 19 അത് പുറത്തു വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾ നമുക്ക് ഓരോ ദിവസവും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഒരു നടി പരാതി കൊടുത്തു, ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ആദ്യം ചർച്ചാ വിഷയമായ സംഭവം എന്തായിരുന്നു? ആ സംഭവം ഈ മഞ്ജു വാര്യരുടെ നിലപാടായിരുന്നു. അത് യഥാർത്ഥത്തിൽ പൊതുമണ്ഡലത്തിൽ ആദ്യം പരസ്യമായി ഞാനാണ് വിളിച്ചു പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ആ കമ്മിറ്റി റിപ്പോർട്ടിലെ ഏതോ ഒരു പേജിൽ, എത്രാമത്തെ പേജ്, 95ാമത്തെ പേജ് മറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ആ കമ്മിറ്റിയുടെ 92ാമത്തെ പേജിൽ പറയുന്നത്, ഒരു പ്രമുഖ നടി അവരോട് ആവർത്തിച്ച് ഞങ്ങൾ ചോദിച്ചിട്ടും അവർ സിനിമാ മേഖലയിൽ പീഡനമേ നടന്നിട്ടില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്.
സിനിമാ മേഖലയിൽ പീഡനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ല എന്നുള്ള മറുപടിയാണ് അവർ നൽകിയത് എന്ന് ആ റിപ്പോർട്ടിലുണ്ട്. എന്നിട്ട് അവർ നൽകിയ മൊഴിയെ കുറിച്ചിട്ട് ആ കമ്മിറ്റി തന്നെ പറയുന്നത് ഈ മൊഴിക്ക് യാതൊരു വാല്യൂവുമില്ല, ഒരു മൂല്യവും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നാണ് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇവരുടെ പേരില്ല. ഒരു പ്രമുഖ നടി എന്നാണ് പറയുന്നത്. ആ നടി മഞ്ജു വാര്യരാണ് എന്ന് ആദ്യം വിളിച്ചു പറഞ്ഞത് ഞാനാണ്. ഇന്ന് വരെ അത് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അല്ല, എന്തുകൊണ്ടാണ്, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ അങ്ങനെ ഒരു മഞ്ജു വാര്യരാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞത്? അല്ല, ഞാനത് മഞ്ജു വാര്യരാണെന്ന് ഉറപ്പിച്ച് പറയാൻ കാരണം വെച്ചാൽ അതിനകത്ത് ഒരുപാട് സാഹചര്യ തെളിവുകളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ശരിയാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എന്താണ്? ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞിട്ടും അതുകൊണ്ട് 2 ലക്ഷത്തിലധികം ആളുകളും കണ്ടു. ആ വീഡിയോ ചെയ്ത് 1-2 മാസം കഴിഞ്ഞിട്ടും ഈ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ നടി ഞാനാണത് പറഞ്ഞതെന്നുള്ളത് സംബന്ധിച്ച് ഒരു നിഷേധക്കുറിപ്പായിട്ട് അവർ വന്നിട്ടില്ല. ഒരുപക്ഷെ അവർ ഈ വീഡിയോ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിലും. അല്ല, ആയിരിക്കാം. അതായത് എനിക്കത് പ്രസക്തമല്ലല്ലോ. എന്തായാലും ഞാൻ പേര് പറഞ്ഞല്ലോ. അപ്പോൾ സ്വാഭാവികമായും അത് അവർ നിഷേധിച്ചിട്ടില്ലെങ്കിൽ അവരത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ധൈര്യം സംഭരിച്ച എത്രയോ നടിമാർ എത്രയോ പീഡന പരാതികളുമായിട്ട് രംഗത്ത് വന്നു. ഒരു വശത്ത് ഏതാണ്ട് 29 പേരെ കണ്ട് പുറത്തു വന്നു എന്നാണ് ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മനസ്സിലാവുന്നത്. മറുഭാഗത്ത് അതിൻ്റെ പ്രത്യാഘാതം കണ്ടില്ലേ നമ്മൾ? ആ പ്രത്യാഘാതം ഓരോന്നോരോന്നായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾക്ക് അനുകൂലമായി നിൽക്കാതിരുന്നിട്ട് പോലും പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടായിട്ടുള്ള സമ്മർദ്ദത്തെ തുടർന്ന് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ടുള്ള രഞ്ജിത്തിന് രാജിവെച്ച് പോകേണ്ടി വന്നു. മുകേഷിനെതിരെ പോലീസിന് കേസെടുക്കേണ്ടി വന്നു. മുകേഷിന് അവസാനം എന്ത് സംഭവിച്ചു? എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയിട്ട് പോലും പിണറായി പോലീസിന് മുകേഷിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടേണ്ടി വന്നു, അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന്. അതുപോലെ ഇടവേള ബാബുവിനെയും മുൻകൂർ ജാമ്യം കിട്ടിയെങ്കിലും അയാളെയും അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടേണ്ടി വന്നു. സിദ്ദിഖ് എന്ന് പറഞ്ഞ അയാളെ അറസ്റ്റ് ചെയ്യുന്ന വിഷയം വന്നിട്ട് അറസ്റ്റ് ചെയ്യാതെ പോയി. അത് ശരിക്കും വേറൊരു വീഡിയോ ചെയ്യേണ്ടതാണ്. സത്യം പറഞ്ഞാൽ ഈ സർക്കാർ സിദ്ദിഖിനെ എങ്ങനെയാണ് ചിറകിനടിയിൽ വെച്ചതെന്നുള്ളത് തന്നെ ഒരു വീഡിയോയ്ക്കുള്ള വിഷയമാണ്. എന്നിട്ട് അയാൾക്ക് മുൻകൂർ ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി വിധി വന്നു. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നേക്ക് 2 ആഴ്ചത്തേക്കായിട്ട് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള സാധനം വന്നു. എന്തായാലും സിദ്ദിഖിനും ഈ പറഞ്ഞതുപോലെ സിദ്ദിഖിനെതിരെ കേസ് വന്നു. അയാൾക്ക് AMM എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തിൽ സംഘടനയിൽ നിന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനമായിട്ട് രാജിവെക്കേണ്ടി വന്നു. അതുപോലെ തന്നെ മോഹൻലാൽ ഉൾപ്പെടെയുള്ള അവരുടെ ഭരണസമിതി മൊത്തം രാജിവെക്കേണ്ട സ്ഥിതി വന്നു. എത്രയോ നടന്മാർക്കെതിരെ കേസുകൾ നിൽക്കുന്നു. നിവിൻ പോളി, ജയസൂര്യ, ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ബാലേന്ദ്ര മേനോൻ. അപ്പോൾ ഇവർക്കൊക്കെ എതിരായിട്ട് കേസുകൾ വന്നിരിക്കുന്നു. ഈ കേസുകൾ വന്നത് മുഴുവൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ധൈര്യം സംഭരിച്ച് നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റുകളും നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ കേസിൻ്റെ ഇതിൽ കിടക്കുകയാണ്. തെളിയിക്കപ്പെടുമല്ലോ എന്നുള്ളതൊക്കെ വരാവിടെ നിൽക്കട്ടെ. എന്തായാലും ഇത്രയും കേസ് മതി. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് സിനിമ രംഗത്ത് സ്ത്രീകളും ജൂനിയർ ആർട്ടിസ്റ്റുകളുമൊക്കെ വ്യാപകമായി പീഡിപ്പിക്കപ്പെടുന്നു എന്നതിൻ്റെ തെളിവായി നമുക്കിതിനെ കാണാം. ഇത് ആരോപണമേ ഉള്ളൂ എന്നുള്ളതായിരിക്കാം. എന്നാൽ അവിടെ നിൽക്കട്ടെ. എന്തായാലും ആരോപണങ്ങളും സ്വന്തമായി തങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഈ നടിമാർ രംഗത്ത് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും 2017 കേരളത്തിലൊരു പ്രമുഖ നടി ഒരു കൊട്ടേഷൻ ബലാത്സംഗത്തിനെതിരായിട്ടുള്ള സംഭവത്തിൽ അതൊരു ക്രിമിനൽ ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ഈ മഞ്ജു വാര്യർ, ഇത്രയും നടിമാർ പരസ്യമായി വന്ന് അവർക്കുണ്ടായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള അനുഭവങ്ങൾ പരസ്യമായി തങ്ങൾക്കുണ്ടായിട്ടുള്ള പീഡനങ്ങൾ പൊതുമണ്ഡലത്തോട് വിളിച്ചു പറഞ്ഞിട്ടും ആ വിഷയങ്ങളിൽ ഈ മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഈ നടിയെ ആക്രമിച്ച കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയാണെന്ന് ആദ്യം പൊതുമണ്ഡലത്തോട് വിളിച്ചു പറഞ്ഞ ആ നടിയുടെ നിലപാടെന്താണ്? അവരേത് പക്ഷത്താണ് നിൽക്കുന്നത്? അവർ ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ചിട്ടുള്ള സ്ത്രീകൾക്കെതിരായിട്ടാണോ, അതോ അവർ ഇപ്പോഴും സിനിമാ മേഖലയിൽ സ്ത്രീ പീഡനങ്ങളില്ല, ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല എന്നുള്ള അവരുടെ നിലപാടിലാണോ നിൽക്കുന്നത് എന്ന് ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അവർ സിനിമാ മേഖലയിൽ നിന്നുള്ള നേട്ടങ്ങൾ മുഴുവൻ നേടിക്കൊണ്ട് അവിടുന്ന് കോടികൾ സമ്പാദിച്ചുകൊണ്ട്
സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരങ്ങളുടെ എല്ലാം പുറകെ പോകാൻ വേണ്ടി അവർ ഈ പീഡനം സിനിമാ മേഖലയിൽ അനുഭവിച്ചിട്ടുള്ള മറ്റ് തൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള വനിതാ നടിമാരെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട്, അവരെ പരിപൂർണമായി വഞ്ചിച്ചുകൊണ്ട് ഇവർ പണമുണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി ഈ ആരോപണ വിധേയരായിട്ടുള്ള പുരുഷ നടന്മാർക്കൊപ്പം അവർ നിൽക്കുകയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. അതിൻ്റെ തെളിവാണ് ഇപ്പോഴും അവർ ഓണക്കാലത്തൊക്കെ തന്നെ അവർ പരസ്യത്തിൽ കൂടെയൊക്കെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിക്കൊണ്ട് അവർ നിൽക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് പറയണം. അവർ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിട്ട് മൊഴി കൊടുത്തപ്പോഴത്തേക്കും സിനിമാ മേഖലയിൽ സ്ത്രീ പീഡനങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല എന്നുള്ള അവരുടെ അന്നത്തെ നിലപാടിൽ ഇന്നും അവർ നിലനിൽക്കുന്നുണ്ടോ? ഇവിടെ ഒരു വിഷയമുള്ളത്, അതായത് ഈ ആരോപണം ഉന്നയിച്ച നടിമാരൊന്നും സജീവമായി സിനിമാ രംഗത്തില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ മഞ്ജു വാര്യർക്ക് ഇവരുമായിട്ടുള്ള ഒരു ബന്ധവുമൊക്കെ അത്രത്തോളമേ കാണൂ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരൊക്കെ കേൾക്കാതെ വന്നത്. എന്തായാലും ഞാൻ അവരുടെ ഈ ഒരു പരാതിയൊന്നും ഞാൻ വ്യക്തിപരമായി ന്യായീകരിക്കുന്നില്ല. എങ്കിൽ പോലും ചിലപ്പോൾ അത്തരം ഒരു പരാതികൾ ഇവരുമായിട്ടുള്ള ഒരു മിങ്കിൾ ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു പോരായ്മ കൊണ്ടായിരിക്കാം. അല്ല സുമേഷ്, ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഈ സിനിമാ മേഖലയിലെ പ്രശസ്തരായിട്ടുള്ള നടികൾക്കെതിരെയൊന്നും ലൈംഗിക ആരോപണം വരില്ല. കാരണം സിനിമാ മേഖലയിലെ പ്രശസ്തരായിട്ടുള്ള നടിമാർ തുടക്കകാലത്ത് വല്ലതും എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടെങ്കിലും അവരെല്ലാം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള നടിമാരാണ്. എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള നടിമാരല്ല പീഡിപ്പിക്കപ്പെടുന്നത്. എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള നടിമാരല്ല ചൂഷണം ചെയ്യപ്പെടുന്നത്. ചൂഷണം ചെയ്യപ്പെടുന്നത് മുഴുവൻ ആ ശ്രേണിയിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു ബാർഗൈനിങ് പവറും ഇല്ലാത്ത അബലകളായിട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള നടിമാരാണ് ചൂഷണം ചെയ്യുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ നിയമപരമായി നിയമ സംവിധാനമുണ്ട്. താങ്കൾ ഒരു അഭിഭാഷകനാണ്, നിയമം അറിയുന്നയാളാണ്, നിയമത്തെ ബഹുമാനിക്കുന്നയാളാണ്. അതുകൊണ്ട് തന്നെ ചോദിച്ചോട്ടെ, ഈ നടിമാർ ഇത്തരത്തിലുള്ള പരാതികൾ ഉന്നയിക്കുമ്പോൾ അതൊരു പരാതി നിയമപരമായി കൊടുത്തതിന് ശേഷം ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും വളരെ മ്ലേച്ഛമായിട്ടുള്ള രീതിയിൽ അതെന്തിന്റെ പേരിലും ആയിക്കോട്ടെ, ആരോപണ വിധേയനോ അതൊക്കെ ആയിക്കോട്ടെ, അത് ശരിയാണോ? അല്ല, അതൊന്നും ഞാൻ പറഞ്ഞല്ലോ, അതിലൊന്നും ഉള്ള തർക്കത്തിനൊന്നും ഞാനില്ല. ആ തർക്കിച്ചു കഴിഞ്ഞാൽ ഖണ്ഡിതമായിട്ടുള്ള എനിക്കുള്ള അഭിപ്രായവുമുണ്ട്. നിങ്ങളിത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളെ സോഷ്യൽ മീഡിയയിലിട്ട് വീണ്ടും ബലാത്സംഗം ചെയ്യുന്ന ഒരു സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിപ്പുണ്ട്. മനസ്സിലായി? അതിനെക്കുറിച്ച് നിങ്ങൾ കണ്ണടയ്ക്കുന്നു. കാരണം നിങ്ങൾക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പീഡകരുടെ ഒപ്പം ഉള്ളൊരു നിലപാടാണ് നിങ്ങൾക്കുള്ളത്. അത് കുഴപ്പമില്ല. അതായത് നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകൾ ആരോപണം ഉന്നയിക്കുന്ന അടിസ്ഥാനരഹിതമാണെന്ന് പറയുന്നു നിങ്ങൾ. അല്ലല്ല, പറഞ്ഞു തരട്ടെ. നിങ്ങൾ കാരണം എന്താ പറയുക, നിങ്ങളുടേത് അങ്ങോട്ട് ഇങ്ങനെ കലിപ്പ് കയറി വരുന്നതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്. ഞാനതിന് മറുപടി പറഞ്ഞുതരാം. സ്ത്രീകളെ പീഡിപ്പിക്കപ്പെടുന്നവരെ നിങ്ങൾ വിമർശിക്കപ്പെടുമ്പോൾ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളെ ഒരു തെളിവുമില്ലാതെ സോഷ്യൽ മീഡിയയിലിട്ട് വീണ്ടും ബലാത്സംഗം ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു നിലപാടുണ്ട് ആ കാര്യത്തിൽ. അത് പീഡകർക്കൊപ്പമാണ്. അത് വെച്ചുകൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്നോളൂ. നിങ്ങൾ തർക്കിക്കാൻ എൻ്റെ അടുത്ത് വരണ്ട, വന്നാൽ നിൽക്കില്ല. പീഡകർക്കൊപ്പമാണ് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ പീഡകർക്കൊപ്പമാണ് അല്ല പറഞ്ഞു ഒരു മിനിറ്റ്. പീഡകർക്കൊപ്പമാണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ടാണ് പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾ വീണ്ടും സോഷ്യൽ മീഡിയയിലിട്ട് പീഡിപ്പിക്കപ്പെടുന്നത് നിങ്ങൾ കാണാതിരിക്കുന്നത്. അല്ല സാർ, നിങ്ങൾ ഒരു വശം മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ നിലപാട് അത്തരത്തിൽ ന്യായമാണ്. നിങ്ങൾ രണ്ടും കാണണം. പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളെ ഈ ട്രോളന്മാരെന്ന് പറഞ്ഞ കുറെ തെണ്ടികൾ ഈ സാമൂഹ്യ മാധ്യമത്തിലിട്ട് അതിഭീകരം. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞേക്കാം. ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം. ഇതെല്ലാം കോടതി അലക്ഷ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് ഭാഗഭാക്കായി വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ മാസം 2 ആഴ്ചയ്ക്ക് മുമ്പ് വന്ന ഹൈക്കോടതിയുടെ ജയശങ്കരൻ നമ്പ്യാരുടെയും CS സുധിയുടെയും ഒരു വിധിന്യായമുണ്ട്. ആ വിധിന്യായം ഒന്ന് വായിച്ചിട്ട് മാത്രമേ ഇനി ഇരകൾക്കെതിരായി നിങ്ങൾ വീഡിയോ ചെയ്യാൻ പോവുള്ളൂ. അത് ചെയ്താൽ കോടതി അലക്ഷ്യ കേസ് നിങ്ങൾ നേരിടേണ്ടി വരും എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാറുള്ളൂ. ഒരു മിനിറ്റ് എനിക്കൊരു അവസരം തരണം. അതായത് ഒരിക്കലും ഞാൻ ഇവരെ ഇര എന്ന് വിശേഷിപ്പിക്കുന്നില്ല. അത് പോട്ടെ, അതല്ല വിഷയം. അത് മാത്രമല്ല, ഇവർ ഈ പറയുന്നത് പരാതി കൊടുത്തു. ശരി, ആ പരാതി കൊടുത്തു. പരാതി അന്വേഷിക്കാനുള്ള സംവിധാനമുണ്ട്. കുറ്റാരോപിതർക്കെതിരെ കേസെടുക്കാനും അന്വേഷണം നടത്താനും അവരെ ശിക്ഷിക്കാനുമുള്ള സംവിധാനമുണ്ട്. ഈ പരാതി എവിടെ സംവിധാനം ഉണ്ടെന്ന് നമ്മുടെ രാജ്യത്ത് ഭയങ്കര നിങ്ങളിപ്പോ പറഞ്ഞനുസരിച്ച് കുറ്റാരോപിതം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അന്വേഷിക്കാനുള്ള ആരുടെ? പിണറായിയുടെ പോലീസോ? പിണറായിയുടെ പോലീസാണോ നിങ്ങൾ? പിണറായിയുടെ പോലീസാണോ നിങ്ങൾ പറയുന്ന സംവിധാനം? അല്ല, അതാണ് സംവിധാനം. പിണറായിയുടെ പോലീസാണല്ലോ ഇപ്പൊ സിദ്ദിഖിന്റെ പുറകിലെ പോയിരിക്കുന്നത്. എവിടെ പോയി? സിദ്ദിഖിനെ മുഴുവൻ രക്ഷപ്പെടുത്തിയതല്ലേ പിണറായി പോലീസ്? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വല്ല സുമേഷ്, ഞാൻ ഒരു കാര്യം സുമേഷിനോട് പറയാം. സുമേഷ് ഈ കാര്യങ്ങൾ അറിയാതെ എൻ്റെ അടുത്ത് തർക്കിക്കാൻ വരരുത്. കാരണം എന്താണെന്നറിയോ, ഞാനിതെല്ലാം
ഒരു ഇഞ്ചും പരിശോധിക്കുന്നില്ല. സുമേഷിന്റെ ബോധ്യമാണ്. അതായത് സിദ്ദിഖ് എന്ന് പറഞ്ഞ ആളെ ഓഗസ്റ്റ് 28 അറസ്റ്റ് ചെയ്തു, പിന്നെ അയാൾക്കെതിരെ കേസെടുത്തു. അയാളെ അറസ്റ്റ് ചെയ്തോ? അറസ്റ്റ് ചെയ്തില്ലല്ലോ. ചെയ്തോ? ചെയ്തില്ല. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? എന്റെ സുഹൃത്തെ, ഞാൻ ചോദിക്കുന്നത് അയാൾ എന്നാ കോടതിയെ സമീപിച്ച ഡേറ്റ് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾക്ക് ഇതൊന്നും ഓർമ്മയില്ല. കാരണം എന്താണെന്നറിയോ, നിങ്ങൾക്ക് അനാവശ്യ കാര്യമല്ല, അത് ആവശ്യമായ കാര്യമാണ്. നിങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരാൻ പോവാണ്. നിങ്ങൾ ഇത് ചോദിച്ചല്ലോ, നിങ്ങളെ പറഞ്ഞ് ഞാൻ പഠിപ്പിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല, ബോധ്യം മാത്രമേ ഉള്ളൂ. ഈ പീഡിപ്പിക്കുന്നവന്റെ കൂടെ നിൽക്കുന്നവരാണ് നിങ്ങൾ. അത് നിങ്ങൾ നിന്നോ, നിങ്ങൾ ഇഷ്ടം. ഓഗസ്റ്റ് 28 പിന്നെ സിദ്ദിഖിനെതിരെ ബലാത്സംഗ കേസെടുത്തത്. മനസ്സിലായില്ലേ? ബലാത്സംഗ കേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ജാമ്യമില്ലാത്ത കേസാണ്, 376. എന്നിട്ട് പിന്നെ അയാൾക്കെതിരെ അയാളുടെ മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള വിധി വന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ ഓർക്കുന്നില്ല. നിങ്ങൾക്ക് ഇതൊന്നും ഓർത്തില്ല. കാരണം എന്താ പറയുക, നിങ്ങൾ പീഡകന്റെ കൂടെ നിൽക്കുകയാണ്. എന്നാൽ എനിക്കിത് ഓർമ്മയുണ്ട്. അതായത് സെപ്റ്റംബർ 25 അയാൾക്കെതിരെ മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധി വരുന്നത്. ഓഗസ്റ്റ് 28 ബലാത്സംഗ കേസിൽ കേസെടുത്ത അയാൾക്കെതിരെ അയാളെ എന്തുകൊണ്ട് സെപ്റ്റംബർ 25 വരെ അറസ്റ്റ് ചെയ്തില്ല? എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? ഞാൻ മറുപടി പറ. അറസ്റ്റ് ചെയ്തില്ല. നിങ്ങളായിരുന്നെങ്കിൽ എന്താ വരുന്ന അവസ്ഥ? ചിലപ്പോൾ അയാളുടെ സ്വാധീനം കൊണ്ടായിരിക്കാം. ചിലപ്പോൾ അയാളെന്നല്ല, നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ 1 മാസം ജയിലിൽ കിടന്നേനെ. അയാൾ അറസ്റ്റ് ചെയ്തില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? സ്ത്രീ പീഡന കേസിൽ, ബലാത്സംഗ കേസിൽ പിന്നെ കേസെടുത്ത ഒരുത്തൻ 1 മാസമായിട്ട് അറസ്റ്റ് ചെയ്തില്ല. അപ്പൊ ബലാത്സംഗ കേസിൽ ആരോപണം കിട്ടിക്കഴിഞ്ഞാൽ അവനെ അപ്പം എടുത്ത് അകത്തിടണം. അകത്തിട്ടില്ല. 1. ഇനി 2, നിങ്ങളൊരു മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയിലുണ്ടല്ലോ, നിങ്ങൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അതിനോട് ചിലപ്പോൾ ചെവി കൊടുക്കണം. അല്ലെങ്കിൽ അത് മാധ്യമപ്രവർത്തനമല്ല. എന്നിട്ട് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറഞ്ഞവന്മാർ എന്താ ചെയ്തെന്ന് അറിയാമോ? അറിയില്ല. ഒന്നും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് അറിയില്ല. അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തെളിവെടുപ്പ് നടത്തിയിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തെണ്ടികൾ എന്താ ചെയ്തെന്നറിയോ? ഈ തെളിവുകളെല്ലാം പുറത്തു വിട്ടു. അവന്മാരെ അപ്പം പിടിച്ചാത്തിട്ടുണ്ടോ? അതാണ് കോടതിയിലെ ചോദ്യം. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചോളാം പറഞ്ഞത്. അപ്പോൾ ഇയാളെ ബലാത്സംഗ കേസ് എടുത്തിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തില്ല, 1 മാസം അറസ്റ്റ് ചെയ്തില്ല. 2, ഇയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾക്കെതിരെ വന്ന തെളിവുകളെല്ലാം മനഃപൂർവ്വം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പുറത്തുവിട്ടു. 3, ഇയാൾക്ക് എതിരായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ മുഴുവൻ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് കോടതി DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഇയാൾക്ക് ഇപ്പോൾ ജാമ്യം കിട്ടിയത്? നിങ്ങൾ ഇന്ന് ഇയാൾക്ക് ജാമ്യം കിട്ടിയതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടോ? ഇല്ല, ഞാൻ കേട്ടില്ല. നിങ്ങളപ്പോൾ സുമേഷേ, അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ ബലാത്സംഗം ചെയ്യുന്നതിന്റെ കൂടെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ബലാത്സംഗം ചെയ്യുന്നതിന്റെ ബലാത്സംഗം ചെയ്തെന്ന് ആരോപണമുള്ളവന്റെ കൂടെ നിങ്ങൾ നിന്നോ? അല്ല, അതെ, ആരോപണമാണ് ജയിലിൽ പോകണം. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ആരോപണമുള്ളവന്റെ, പീഡിപ്പിച്ചവന്റെ, അവൻ ആരോപണമുള്ളവന്റെ കൂടെ നിങ്ങൾ നിന്നോളൂ. പക്ഷെ നിങ്ങൾ നിൽക്കുമ്പോൾ പോലും നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തനം എന്നുള്ളതിൽ ചില ചുമതലകളുണ്ട്. എന്താ ചുമതല എന്നറിയാമോ? ആ ചുമതല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെതിരാണെങ്കിലും ഒരു സംഭവം നടന്നാൽ അതിന്റെ ക്രോണോളജി എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനുള്ള മിനിമം ബോധ്യം പോലും നിങ്ങൾക്കില്ലാതെ പിന്നെ എങ്ങനെ മാധ്യമ പ്രവർത്തനം നിങ്ങൾക്ക് തുടരാൻ പറ്റും? ഞാനിപ്പോ ഒരു കാര്യം ചെയ്യട്ടെ. ഞാനൊരു പൊതുപ്രവർത്തകൻ. ഞാൻ പൊതുപ്രവർത്തകൻ, ഞാൻ പറയണം, ഞാൻ പീഡകന്റെ കൂടെയാണ് എന്നും പറഞ്ഞ് ഞാനങ്ങ് നിൽക്കുക. ആരോപണ വിധേയൻ, പീഡനം എന്നുള്ള പീഡനം എന്നും പറഞ്ഞ ആരോപണം പിന്നെ ഉന്നയിക്കുന്നത് തെറ്റാണ്. ശരി, സംഭവിച്ചു. പക്ഷേ അതിന് അനുകൂലമായി എന്തെങ്കിലും വന്നാൽ ഞാനത് നോക്കില്ല, ഞാനത് പഠിക്കില്ല, ഞാനത് മനസ്സിലാക്കില്ല. ഞാൻ എന്റെ ബോധ്യം കൊണ്ട് നിൽക്കണം. നിങ്ങളെ എങ്ങനെ മാധ്യമപ്രവർത്തനം പറയാൻ പറ്റും? പറ്റില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അവിടെയാണ് കുഴപ്പം. നിങ്ങൾ തന്നെ നിങ്ങളൊരു ഏറ്റവും വലിയ ഗതികേട് എന്താണെന്നറിയോ? നിങ്ങൾ ഒരു മാധ്യമ സ്ഥാപനം നടത്തുന്ന നിങ്ങൾ സ്വയം പറയുകയാണ് എന്നെ ഒരു മാധ്യമ പ്രവർത്തനം പറഞ്ഞാൽ ഇത് കാണുകയാണ് ആളുകൾ. ഞാൻ എന്താണ് പറയുന്നതെന്നും താങ്കൾ എന്താണ് പറയുന്നതെന്നും പ്രേക്ഷകർ കാണുന്നുണ്ട്. അതല്ല ഞാൻ ചോദിച്ചതല്ല. എന്താ പറയുക, നാളെ സിദ്ദിഖിനെയും ഈ പറയുന്ന ബാലചന്ദ്ര മേനോനെയും അടക്കമുള്ള എല്ലാ ആരോപണ വിധേയരെയും കോടതി വെറുതെ വിടുന്നു. നിരപരാധികളാണ്. ഉദാഹരണത്തിന് 2 പോക്സോ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട മോൻസൺ മാവുങ്കലിനെ ഇപ്പോൾ കോടതി കുറ്റവിമുക്തനാക്കി. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ, അപ്പൊ താങ്കളുടെ നിലപാട് എന്തായിരിക്കും? കുറ്റമുക്തനാക്കി കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ നോക്കും. നിങ്ങൾ ഇതൊന്നും എൻ്റെ അടുത്ത് തർക്കിക്കാൻ ഇതിന്റെ അടിസ്ഥാനം നിങ്ങൾ എൻ്റെ അടുത്തൊന്നും തർക്കിക്കാൻ വരരുത്. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം.
സഹാര എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കൂട്ടിപ്പോയതാ. കൂട്ടിപ്പോയതല്ല, 1.5 ലക്ഷം കോടി രൂപയുടെ വിറ്റുവരവുള്ള ആ കമ്പനിയുടെ ഉടമസ്ഥൻ സുബ്രതോ മുഖർജി 8 വർഷം തിഹാർ ജയിലിൽ കിടന്ന് ഇഴഞ്ഞിട്ടാണ് അയാൾ ചത്തത്. മനസ്സിലായോ? അത് സംഭവിച്ചിട്ടുണ്ട്. അത് സംഭവിച്ചതോടൊപ്പം തന്നെ 50 പ്രാവശ്യമായിട്ട് പിന്നെ ലാവ്ലിൻ കേസ് മാറ്റി വെച്ചിട്ടുമുണ്ട്. മനസ്സിലായി? ഞാൻ പറഞ്ഞ പോയിന്റ് വളരെ ക്ലിയറാണ്. ക്ലിയർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു മേഖലയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളൊരു നിലപാടെടുത്തിട്ട് അത് ശരിയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ മപ്പടിച്ച് നിന്നാലുണ്ടല്ലോ ആളുകൾ പുച്ഛിക്കും. നമുക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ വന്നാലും അത് മനസ്സിലാക്കാനും അതിനെ യാഥാർത്ഥ്യബോധത്തോടെ സമീപിക്കാനും അത് ജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിക്കാനുമുള്ള ഒരു മിനിമം മൂല്യം നമ്മൾ വെച്ച് പുലർത്തിയില്ലെങ്കിൽ നമ്മളെ ആളുകൾ കേൾക്കുമ്പോണ്ടല്ലോ ആളുകൾ പുച്ഛിക്കും. ഇതിനകത്തുള്ള പോയിന്റ് എന്താ, നമ്മൾ ഇനി കൂടുതൽ അതിനകത്ത് പോയിട്ട് കാര്യമില്ല. നമ്മൾ പറയുന്ന രണ്ടും ജനങ്ങൾ കേട്ടു, അവർ തീരുമാനിച്ചോട്ടെ. ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു മേഖലയിൽ ജോലി ചെയ്യുമ്പോണ്ടല്ലോ ആ മേഖലയിൽ വരുന്ന വിവരങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി അതിനെ കാണുകയും അതിനെ സമീപിക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ചാനലിനും നിങ്ങൾക്കും വിശ്വാസ്യത വരുള്ളൂ. ഒരു മിനിറ്റ് സമയം എനിക്ക് തരണം, ഒറ്റ മിനിറ്റ്. തീർത്തും യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങളെയും നോക്കിക്കാണുന്നത്. പിന്നെ ഈ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും പീഡകരോടൊപ്പമല്ല. ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്നവരുടെ വിശ്വാസ്യത സാധാരണ യുക്തിക്ക് നിരക്കുന്നതല്ലാത്തത് കൊണ്ടാണ് അവരോടൊപ്പം നിൽക്കാൻ എനിക്ക് മാനസികമായി നിൽക്കാൻ കഴിയാത്തത്. അതല്ലാതെ അബലയായിട്ടുള്ള ഒരു സ്ത്രീയെ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അവരെക്കാളും ശക്തനായ ഒരാൾ കായികമായോ അല്ലെങ്കിൽ ശാരീരികമായോ കീഴ്പ്പെടുത്തുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ അതിനെ ന്യായീകരിക്കില്ല, അവരോടൊപ്പം നിൽക്കില്ല. പക്ഷേ ഇത്തരത്തിൽ നിരന്തരം വർഷങ്ങൾക്ക് ശേഷം ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും നിയമത്തെ പോലും പരിഹസിക്കുന്ന തരത്തിൽ റീൽസ് ഇടുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നുമല്ല. നമുക്കിനി അങ്ങനെ നിങ്ങളുടെ മറുപടി തീർത്തിട്ട് തുടരാൻ പറ്റില്ല. എനിക്ക് മറുപടി എന്നാലേ തുടരാൻ അങ്ങനെ പറ്റില്ല. പറഞ്ഞോളൂ. നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്നറിയാം, എല്ലായിടത്തും ഇതുപോലത്തെ കള്ളന്മാരും അല്ലാത്തവരുമുണ്ട്. മനസ്സിലായില്ലേ? സ്ത്രീകളെ പീഡിപ്പിക്കുന്നവന്മാരുണ്ട് പുരുഷന്മാരിൽ, സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന് കള്ളത്തരം പറയുന്നവന്മാരുണ്ട്, പീഡനത്തിന് വിധേയരാകുന്ന സ്ത്രീകളുണ്ട്, പീഡനത്തിന് വിധേയരായെന്ന് കള്ളം പറയുന്നവരുണ്ട്. മനസ്സിലായോ? അതിൽ ഒരു ഭാഗത്ത് നിൽക്കുന്നവൻ അവൻ പറഞ്ഞാൽ അത് മുഴുവൻ ശരിയാ, സ്ത്രീകൾക്കെതിരെ പറയുന്ന മുഴുവൻ തെറ്റ്. ആ നിലപാടിലേക്ക് പോകരുത്. നിങ്ങൾക്കിവിടെ വന്ന വിഷയം എന്താ? നിങ്ങൾക്കിവിടെ വന്ന വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സിദ്ദിഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട വിഷയം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല. കാരണം കേരളത്തിൽ അറിയില്ല, അല്ലല്ല അറിയണം. ഞാൻ സാധാരണ മനുഷ്യനായിരുന്നു. ഞാൻ സിദ്ദിഖെന്ന് പറഞ്ഞ ആളുടെ കേസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിനെനിക്ക് മറുപടി കിട്ടണം. സിദ്ദിഖ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടനാണ്. ആ നടനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് വന്നു. സ്വാഭാവികമായും ആ കേസിന്റെ നാൾ വഴികൾ അറിയുമ്പോൾ ആ കേസിൽ അയാളെ ആരെങ്കിലും സംരക്ഷിച്ചോ അല്ലെങ്കിൽ ഇല്ലേ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അതറിയണം. അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇതേക്കുറിച്ച് ഒറ്റ മിനിറ്റ്. അതായത് 2000 ഞാൻ ഒരു വ്യക്തി എനിക്ക് വാട്ടർ ബോട്ടിൽ താല്പര്യം. ഞാൻ സിദ്ദിഖിനെ സംബന്ധിച്ചു സിദ്ദിഖിനെ കുറിച്ച് തന്നെ പറഞ്ഞു, വിഷയത്തിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയാൻ വരുന്നത്. ഒരു സാധാരണ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങളും മാറ്റിവെക്കാം. ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ കേരളത്തിൽ ജീവിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്ന ഓരോ ദിവസം വരുന്ന വാർത്തകളെ വീക്ഷിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, 2021 സിദ്ദിഖ് നീള തിയേറ്ററിൽ വെച്ച് ഇവരെ സെക്ഷൽ ഫേവറിന് ക്ഷണിച്ചു എന്നും അതിനുശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുമാണ് പറയുന്നത്. ആ പറയുന്ന കാര്യങ്ങൾ അതിന്റെ പൊരുത്തങ്ങളും പൊരുത്തക്കേടുകളും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കൂട്ടുകാരിയും ചേർന്നിട്ടാണ് ഈ ഹോട്ടലിൽ കൊണ്ട് വിട്ടത് എന്നും പറയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിയെ യാതൊരു പരിചയവുമില്ലാത്ത ഒരു പുരുഷനോടൊപ്പം ഹോട്ടലിൽ കൊണ്ടുവിടാൻ ഞാനൊരു പിതാവായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ഞാൻ തയ്യാറാകുമായിരുന്നില്ല. അത്തരം കാര്യങ്ങൾ, അതായത് 2023 ഈ കുട്ടി പരാതി കൊടുത്തു എന്ന് പറയുന്നു. ഇവർ എന്താണ് സൈക്യാട്രി ട്രീറ്റ്മെന്റിലായിരുന്നു എന്നും പറയുന്നു. പക്ഷെ അവരുടെ ചില കാര്യങ്ങൾ കൂടി, അതായത് അവർ ചൈനയിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സഹപാഠികളുടെ നഗ്നചിത്രങ്ങൾ പകർത്തിയതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ കൂടുതൽ വർത്താനം പറഞ്ഞാണല്ലോ നിങ്ങളുടെ സ്ഥിതി പരമ ഒരു ദയനീയവും കോടതി വിധി അനുസരിച്ച് എന്റെ നിലപാട് ഞാൻ മാറ്റില്ല. അല്ല,
അതായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബോധ്യമൊന്നും ഇപ്പൊ ഇങ്ങനെ കൂടുതൽ പോയാലുണ്ടല്ലോ ഈ ജനങ്ങളുടെ ഇടയിലുള്ള ഉള്ളത് കൂടെ നിങ്ങൾക്ക് പോകും. അതായത് ഇതിനകത്തുള്ള ആയിരിക്കാം. പക്ഷെ നിങ്ങളൊരു നിങ്ങളുടെ നിലപാട് മാറ്റില്ല എന്ന് പറയുമ്പോൾ നിങ്ങളെ കാണണോ വേണ്ടിയൊന്നും ജനം തീരുമാനിക്കും. ജനങ്ങൾ നിങ്ങളെ കണ്ടാലല്ലേ നിങ്ങളുടെ ചാനൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊന്നുമല്ല. അതൊക്കെ പൂർണ്ണമായും തെറ്റാണ് അതൊക്കെ. അതായത് ഈ പെൺകുട്ടി പീഡനത്തിന് വിധേയമായെന്നുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചും അറിയത്തില്ല. കാരണം എന്താണെന്നറിയോ, നിങ്ങളുടെ തലയ്ക്കകത്തിരിക്കുന്ന മുഴുവൻ ബോധ്യമാണ്. കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് അത് പിന്നെ സിദ്ദിഖ് പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല, സിദ്ദിഖ് ആരും പീഡിപ്പിക്കുന്നവനല്ല എന്നുള്ള ബോധ്യമാണ് നിങ്ങളുടെ. അവർക്കെതിരായിട്ട് നമുക്ക് ഇപ്പൊ ഇതിൽ അവസാനിക്കും. അവർ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി, അതായത് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നുള്ളതിന്റെ ആദ്യാവസാനം തെളിവുകൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടുപിടിക്കുകയും തെറ്റായിട്ടാണെങ്കിൽ പോലും അവരെല്ലാം പുറത്തു വിടുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാവോ? അറിയില്ല. അപ്പം ഇതാണ് നിങ്ങളുടെ ബോധ്യം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്തായാലും ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ നാട്ടുകാർ കേട്ടോ, ഇത് അപ്ലോഡ് ചെയ്തേക്കണം. അത്രയും എനിക്ക് പറയാം. ഇനി വിഷയത്തിലേക്ക് നിങ്ങളുടെ പ്രശ്നം എന്താന്ന് വെച്ചാല്, നമ്മള് മഞ്ജു വാര്യരുടേത് പറഞ്ഞാണ് തുടങ്ങിയത്. നിങ്ങളുടെ ആ കലിപ്പ് കിടക്കണം. പക്ഷെ അത് എന്റെ അടുത്ത് ഓടത്തില്ല. മനസ്സിലായില്ലേ? നമ്മള് മഞ്ജു വാര്യരെ കുറിച്ച് പറഞ്ഞു വന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ നിങ്ങൾ ഇപ്പൊ എന്താണ് അവസ്ഥ എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യം. ശരി, മഞ്ജു വാര്യരിലേക്ക് വരാം. അപ്പൊ മഞ്ജു വാര്യർ ഈ വിഷയത്തിൽ ഇടപെടാത്തത് കൊണ്ട് അത് തീർച്ചയായിട്ടും അക്കാര്യത്തിൽ, കാരണം ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ അവർ കോടികൾ പ്രതിഫലം വാങ്ങുമ്പോഴും ഒക്കെ അവർക്ക് ഈ രംഗത്തോട് അല്ലെങ്കിൽ ഈ രംഗത്ത് നിൽക്കുന്നവരോട് ഒരു പ്രതിബദ്ധതയുണ്ട്. ആ പ്രതിബദ്ധത അവർ കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞുതരാം, ഞാൻ വിശദീകരിച്ചു തരാം. അതായത് അവർക്കുള്ള പ്രതിബദ്ധത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കുള്ള പ്രതിബദ്ധത അവരുടെ കൂടെ നിൽക്കുന്ന സ്ത്രീകൾക്കെതിരായിട്ട് പീഡന ആരോപണം വന്നാലും, അവരുടെ കൂടെ നിൽക്കുന്ന സ്ത്രീകൾ പരസ്യമായി വന്ന് അവർ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പറഞ്ഞാലും മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രതിബദ്ധത. അപ്പോൾ അവരുടെ പ്രതിബദ്ധത ആരോടാണ്? അവരുടെ പ്രതിബദ്ധത കാശിനോടും പ്രശസ്തിയോടും മാത്രമാണ്. മനസ്സിലായില്ലേ? അവർക്ക് ഒരു തരത്തിലുള്ള സഹതാവും അവരുടെ കൂടെ നിൽക്കുന്നവരോടില്ല. അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് എന്ത് സ്ത്രീപീഡന അനുഭവം ഉണ്ടായാലും അവർക്കൊരു പ്രശ്നവും ഇല്ല. അവർക്ക് പ്രതിബദ്ധത അവരുടെ പണത്തിനോട് മാത്രമാണ്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2017 ഒരു നടിക്കെതിരെ കൊട്ടേഷൻ ബലാത്സംഗം നടന്നു എന്ന്, ഒരു പീഡനം നടന്നു എന്നൊരു കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അങ്ങനൊരു വാദം ഉയർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ മഞ്ജു വാര്യർ പിന്തുണയുമായി ആ ഇരയ്ക്ക് അതിജീവിതയ്ക്ക് പിന്തുണയുമായി വന്നത് അവരുടെ പ്രതിസ്ഥാനത്ത് അവരുടെ ആദ്യ ഭർത്താവാണെന്നുള്ളതും അയാളോടുള്ള ഒരു വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലുമാണെന്ന് നമുക്ക് അനുമാനിച്ചുകൂടെ? കാരണം ഇപ്പോൾ അവിടെ നിശബ്ദത. അതൊക്കെ ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിന്നോട്ടെ, ഞാനതൊന്നും തള്ളിക്കളയുന്നില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഈ നടിയെ ആക്രമിച്ച കേസിൽ അവരുടെ നിലപാടുമായി ബന്ധപ്പെട്ടൊന്നും ചർച്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. അത് ചിലപ്പോൾ സ്വാമി താല്പര്യം അവരുടെ ഭർത്താവിനെതിരെ ഉണ്ടാവാം. അതല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം അവരുടെ നിലപാടെന്താണ്, അവരാർക്കൊപ്പമാണ്, അവരവരുടെ കൂടെയുള്ള സ്ത്രീകൾ. കാരണം അവർ ഈ നടിയെ ആക്രമിച്ച കേസിൽ തന്നെ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യം പറയുകയും അതിൽ പോയി മൊഴി കൊടുക്കുകയും. അപ്പം നിങ്ങൾ പറഞ്ഞതനുസരിച്ച് വരുമ്പോൾ ആ മൊഴി കൊടുത്തത് ഉൾപ്പെടെ അവരുടെ സ്ഥാപിത താല്പര്യമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അത് തന്നെയാണ് ഞാനും പറയുന്നത്. അവരെ നയിക്കുന്നത് സ്ഥാപിത താല്പര്യവും പണവും പ്രശസ്തിയും മാത്രമാണ്. അതാണ് അതല്ലാതെ അവരുടെ കൂടെയുള്ള സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടാലും അവർക്ക് അവർ തൊലഞ്ഞു പോയാലും ഈ മഞ്ജു വാര്യർക്ക് ഒരു പ്രശ്നവുമില്ല. മഞ്ജു വാര്യർ നിൽക്കുന്നത് മോഹൻലാലിൻ്റെ കൂടെയും സിദ്ദിഖിൻ്റെ കൂടെയും ഈ പറഞ്ഞ പുരുഷ കേസരികളുടെ ഈ ആരോപണങ്ങൾക്ക് വിധേയമായ പീഡനാരോപണങ്ങൾക്കും ബലാത്സംഗാരോപണങ്ങൾക്കും കൂട്ടബലാത്സംഗാരോപണങ്ങൾക്കും വിധേയമായ പുരുഷ കേസരികളുടെ കൂടെയാണ് ഈ മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഈ നടി നിൽക്കുന്നത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവരുടെ പേര് ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ 2 മാസമായിട്ട് അവരൊരു പുല്ലും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, വീണ്ടും ഞാൻ അവർക്കൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളുടെ കണ്ണീരിലാണ് ഇവർ ജീവിക്കുന്നത് എന്നും പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനും ഒരു മറുപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. മനസ്സിലായില്ലേ? ഈ 10-29 സ്ത്രീകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ പുറത്തേക്ക് വന്നപ്പോഴും അവർ ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ ചെന്നിട്ട് അവർ പറഞ്ഞത് ഇങ്ങനൊരു സംഭവം ഞാൻ കേട്ടിട്ടേ ഇല്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു നടി പോലും പറഞ്ഞിട്ടില്ല. വേറെ ഒരു നടി പോലും ഈ മലയാള സിനിമാ രംഗത്ത് പീഡനമില്ല എന്ന് പറഞ്ഞില്ല. മലയാള സിനിമാ രംഗത്ത് പീഡനം ഉണ്ടെന്നാണ് ഈ പീഡനാരോപണങ്ങൾക്ക് വിധേയരായിട്ടുള്ള പുരുഷ കേസരികൾ പോലും പറയുന്നത്. മോഹൻലാൽ പോലും പറയുന്നത് ആ പീഡനമുണ്ട്, ഞങ്ങളതിനകത്തില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ
മലയാള സിനിമാ രംഗത്ത് ഒരു പീഡനവുമില്ല എന്നുള്ള ഏറ്റവും വലിയ ശുദ്ധ അസംബന്ധം വിളിച്ചു പറഞ്ഞ ഒരു നടിയാണ് ഇവർ. ഇവർക്ക് പൈസയോട് മാത്രമേ താല്പര്യമുള്ളൂ, ഇവർക്ക് പ്രശസ്തിയോട് മാത്രമേ താല്പര്യമുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഈസ്റ്റ് ഫോർട്ടിൽ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴത്തേക്ക് മൈജി എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ വലിയ പരസ്യത്തിൽ ഇവർ മോഹൻലാലിൻ്റെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് പണം മാത്രമേ താല്പര്യമുള്ളൂ. അതുകൊണ്ടാണ് താങ്കളുടെ ഭാഗത്ത് പൂർണ്ണമായും ഞാൻ യോജിക്കുന്നത്. മഞ്ജു വാര്യരുടെ കാര്യത്തിൽ ഞാൻ യോജിക്കുന്ന കാര്യം ഞാൻ പറയുന്നത് ഈ സുമേഷ് എന്നോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് വിഷയമല്ല. ഞാൻ എൻ്റെ നിലപാടാണ് പറയുന്നത്. ആ നിലപാട് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല, കാര്യകാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ ഇത് പിന്നെ തുടക്കത്തിൽ ചോദിച്ചല്ലോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവരുടെ പേര് പറയുന്നില്ലല്ലോ, പിന്നെ നിങ്ങൾ എങ്ങനെ പേര് പറഞ്ഞു? അതാണ് എൻ്റെ നിലപാട്. ഞാൻ പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 1400 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു മാനേട്ട കേസും എനിക്കെതിരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ഞാൻ വിഷയങ്ങളെ സമീപിക്കുന്നത്. അങ്ങനെയല്ല, ഞാൻ ചോദിച്ചോട്ടെ ഇനി ഒരു പക്ഷേ ഈ മഞ്ജു വാര്യരായിരിക്കില്ല നടി, അവരോടൊപ്പമുള്ള അല്ലെങ്കിൽ പ്രമുഖ പല നടികളും ഉണ്ടായിരിക്കാം. അവരിൽ ആരെങ്കിലുമാണ് ഈ ഒരു പിന്നെ എന്താണ് ഈ പേര് സൂചിപ്പിക്കാത്ത നടി എന്ന് എന്തെങ്കിലും ഒരു ബോധ്യം വന്നാൽ എന്ത് ചെയ്യും? അല്ല, അത് വന്നോട്ടെന്നേ. അത് വരുമ്പോൾ ഞാനതിനെ ഫേസ് ചെയ്തോളാം. അത് പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ വന്നിട്ടില്ലാത്ത എന്തുകൊണ്ടാണ് നമ്മൾ പരിശോധിക്കേണ്ടത്? ഇതുവരെ വരാത്ത സ്ഥിതിക്ക് ഇപ്പോൾ നാളെ വരുമെന്ന് പറയുന്നതിനകത്ത് എന്ത് യുക്തിയാണുള്ളത്? ഒരിക്കലും അങ്ങനെ വരാൻ പോകുന്നില്ല. മനസ്സിലായി? അപ്പം അതുകൊണ്ട് എനിക്കെതിരായിട്ടുള്ള വാദഗതികൾ വന്നാലും അതിനെ സമചിത്തതയോടുകൂടി സമീപിച്ച് അതിനെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കും. അല്ലാതെ എനിക്കെതിരായിട്ടൊരു വിധി വന്നു കഴിഞ്ഞാൽ അത് ഞാൻ അതിനോട് യോജിക്കില്ല, എൻ്റെ ബോധ്യമാണ് എന്ന് പറഞ്ഞ് ഞാൻ നിന്നാൽ എന്നെ ആളുകൾ കാണുകയും അവർ വിശ്വസിക്കുകയും ചെയ്യില്ലെന്ന് മാത്രമല്ല, ആളുകളുടെ ഇടയിൽ എൻ്റെ വിശ്വാസ്യത വരും. മനസ്സിലായില്ലേ? അതാണ് എൻ്റെ നിലപാട്. അത് മറ്റുള്ളവരുടെ കാര്യത്തിലും അങ്ങനെ വേണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമാ രംഗത്ത് സ്ത്രീപീഡനം ഇല്ലാന്ന് ഒരു നടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സിനിമാ രംഗത്തുള്ള നടന്മാർ തന്നെ പറയുന്നത് എന്താണ്? ഇവിടെ പീഡനമുണ്ട്, കാരണം മറ്റു മേഖലകളിലും പീഡനമുണ്ട്, അപ്പോൾ ഇവിടെയും പീഡനമുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതുപോലും അംഗീകരിക്കാത്തൊരു നടിയാണ് ഈ സ്ത്രീ. മനസ്സിലായി? അപ്പോൾ അവരെ നമുക്ക് എങ്ങനെയാണ് ഈ പിന്നെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നല്ല, അവര് ഈ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളോട് വളരെ സഹതാപത്തോടുകൂടി സമീപിക്കുന്ന ഒരു സ്ത്രീയാണെന്നുള്ള വർത്താനൊന്നും പറഞ്ഞുകൊണ്ട് വരരുത്. അതൊക്കെ ശുദ്ധാസംബന്ധമാണ്. അതൊക്കെ വെറും വീൺവാക്കാണ്. അവർക്ക് പണം പ്രശസ്തി ഇതിനോട് മാത്രമേ അവർക്ക് ആദ്യം അവസാനം അന്നും ഇന്നും എല്ലാ കാലത്തും അവർക്ക് താല്പര്യമുള്ളൂ എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. ഇവർ പിന്നെ പൂർണ്ണമായ നിശബ്ദത പാലിക്കുന്നു. അതാണ് എനിക്ക് അത് സംബന്ധിച്ചത്. അതെ, എല്ലാവർക്കും നേട്ടങ്ങളാണ് പ്രധാനം. അത് ഏത് വിഷയം, മഞ്ജു വാര്യരായിരുന്നാലും ശരി, മറ്റൊരു നടിയായിരുന്നാലും ശരി, മറ്റൊരു അഭിനേത്രി ആയിരുന്നാലും ശരി, ആരോപണം ഉന്നയിക്കുന്നവരായിരുന്നാലും ശരി, ആരോപണ വിധേയരായിരുന്നാലും ശരി. അല്ല, അതിനോടൊന്നും ഞാൻ യോജിക്കില്ല. അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നവരും ആരോപണം ഉന്നയിക്കാത്തവർക്കും പ്രശസ്തി എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ബോധ്യം. ഞങ്ങളുടെ നിലപാട് താങ്കൾക്ക്, എനിക്ക് എന്റേതായ ബോധ്യത്തോടു കൂടി ഞാൻ പറയുന്നു. എല്ലാവർക്കും അവരുടെ നിലപാടും നിലനിൽപ്പുമാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ഇനി കാലം തെളിയിക്കട്ടെ. നമുക്കിതുപോലെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാം.